എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ് ശിവപ്രസാദ്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ എങ്ങനെയാണ് ഹെയർ ഗ്രോത്ത് വരുത്തുന്നത്. അതായത് നമ്മൾ പ്രത്യേകത ഞാൻ ഒന്നും കൂടി പറയാം. നിങ്ങൾ 8,500 രൂപ ഒരു സിറ്റിങ്ങിന് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് മെഡിസിൻ അടക്കമുള്ള പൈസയാണ്. ആ പൈസ ചിലവാക്കിയ അടുത്ത സിറ്റിങ് വീണ്ടും 8,500 ചിലവാക്കണം. അതായത് 2 സിറ്റിങ്. ഈ 2 സിറ്റിങ്ങിന് 8,500 ചിലവാക്കിയ 17,000 രൂപയാണ് നിങ്ങൾക്ക് കോസ്റ്റ് വരുന്നത്. പ്ലസ് ഒരു 500 രൂപ മറ്റേ ഇതിനും കൂടി വരും, ഇതിന് ബൂസ്റ്റർ എടുക്കാൻ. പക്ഷേ ഈ ഒരു പൈസയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടുക വെച്ചാൽ, ഈ 2 സിറ്റിങ് മാത്രമല്ല, അതിൻ്റെ പുറമെ നിങ്ങൾക്ക് ബൂസ്റ്റർ കിട്ടുന്നുണ്ട്. പ്ലസ് റിപ്പീറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ, സപ്പോസ് ഇപ്പം നിങ്ങൾക്ക് ഗ്രോത്ത് അത്ര 3 മാസം കഴിഞ്ഞിട്ടും ഗ്രോത്ത് അത്ര സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ, റിപ്പീറ്റ് SCT നിങ്ങൾക്ക്, അതായത് ഒന്നും കൂടി ഫ്രം ദ സ്റ്റാർട്ട് SCT ഒന്നും കൂടി ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് 10 പൈസ തരാതെ ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്യാനുള്ള വഴികളും നമ്മൾ ഈ ഒരു എമൗണ്ടിൽ തന്നെ ഉണ്ട്. അതായത് 17,500 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ SCT റിപ്പീറ്റും ചെയ്യാൻ പറ്റും, അതിൻ്റെ ബൂസ്റ്ററും ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. പ്ലസ് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് എല്ലാം കിട്ടുകയും ചെയ്യും. ആകപ്പാടെ 2 ബോട്ടിൽ സിറം എക്സ്ട്രാ വാങ്ങേണ്ടി വരുന്നു മാത്രം. ഓക്കെ, ഇത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇത്രയും ഇത്ര കോസ്റ്റ് കുറച്ചിട്ട് ഇത്രയും നമ്മൾ ഏതൊരു ട്രീറ്റ്മെൻറ്റ് എടുത്താലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ കെയർ ചെയ്യണം. അതേപോലെ കുറച്ചൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതായത് സിറംസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ മാത്രമല്ല കൊടുക്കുന്നത്, എല്ലാവരും കൊടുക്കുന്നതാണ്. ഞങ്ങൾ ചില ആൾക്കാർക്ക് മിനോക്സിൽ കൊടുക്കും, ചില ആൾക്കാർക്ക് റിഡൻസിൽ കൊടുക്കും, ചില ആൾക്കാർക്ക് കോമ്പിനേഷൻ തെറാപ്പി ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഒന്നും കൊടുക്കാറില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എല്ലാവരും കൊടുക്കുന്നതാണ്, അതായത് എല്ലാ സ്ഥാപനങ്ങളിലും കൊടുക്കുന്നതാണ്. പക്ഷേ അവിടെയാണ് വ്യത്യാസം വരുന്നത്. എന്തുകൊണ്ട് ഈ സ്ഥാപനങ്ങളിലൊക്കെ ഇത് കൊടുക്കുന്നുണ്ടല്ലോ, ഏതെങ്കിലും സ്ഥാപനത്തിൽ മിനോക്സിഡിലോ അല്ലെങ്കിൽ റിഡൻസിലോ കൊടുക്കാത്ത ഏതെങ്കിലും സ്ഥാപനം ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കാം. പക്ഷെ അവർക്ക് എന്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന പോലത്തെ റിസൾട്ട് കിട്ടുന്നില്ല? അതിനുള്ള ഉത്തരം ഞാൻ അവരോട് ചോദിച്ചിരുന്നു. ഈ എന്നെ കുറ്റം പറയണ കുറച്ച് ആളുകളുണ്ടല്ലോ, അവരോട് ഞാൻ അത് വ്യക്തമായി നിങ്ങളൊന്ന് പറഞ്ഞു തരൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരമില്ല, അതിന് അവർ ഉത്തരം പറയുകയില്ല. നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും ഉത്തരമില്ല. പക്ഷെ അവർ അലിഗേഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വളരെ നല്ലൊരു എന്താ പറയുക, ഒരു ഇതാണ് അവരൊരു ഇത്, മനസ്സിലായില്ലേ? അതായത് നമുക്കിപ്പോൾ അവർ പറയുന്ന പോലെ ഇപ്പം നമ്മളിപ്പോൾ PRPയും ആൻഡ് മിനോക്സിഡിലാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. വെറും PRPൻ്റെയും മിനോക്സിഡിൻ്റെയും എഫക്റ്റ് കാരണമാണ് 3 മാസം കൊണ്ട് അല്ലെങ്കിൽ 3-3.5 മാസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് വരുന്നത് എങ്കിൽ, നിങ്ങൾക്ക് അതേപോലെ തന്നെ ഞങ്ങൾക്കിപ്പോൾ റിസൾട്ട് കിട്ടുന്ന പോലെ തന്നെ നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും കിട്ടണ്ടേ? അതെന്തുകൊണ്ട് കിട്ടുന്നില്ല? നിങ്ങളൊക്കെ കാണിക്കുന്ന റിസൾട്ട് ഫിനസ്ട്രൈഡ് ടാബ്ലറ്റ് കൊടുക്കണം കൂടി കൂട്ടിയിട്ടാണ്. അത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ എൻ്റെ പേഷ്യൻറ്റിനെ സെക്ഷൽ പ്രോബ്ലംസിലോട്ട് നയിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഫിനസ്ട്രൈഡ് കൊടുക്കാറില്ല. വിത്തൗട്ട് ഫിനസ്ട്രൈഡാണ് ഞാൻ ഒരു എന്താ പറയുക, ഓറൽ ഫിനസ്ട്രൈഡ് ഒന്നും കൊടുക്കാതെയാണ് എനിക്ക് ഈ റിസൾട്ട് കിട്ടുന്നത്. പക്ഷെ നിങ്ങൾ കാണിക്കുന്ന റിസൾട്ട് ബൈ മെഡിക്കേഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്ന റിസൾട്ട് ഫിനസ്ട്രൈഡും മിനോക്സിഡിലും എല്ലാം ഉപയോഗിച്ചിട്ടല്ലേ. അതും എത്ര ടൈം എടുത്തിട്ടാണ്? 6 മാസം എടുത്തിട്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് ഞങ്ങളെ പോലെ റിസൾട്ട് കിട്ടുന്നില്ല? അതിനുള്ള ഉത്തരം നിങ്ങൾ വ്യക്തമായിട്ട് തരും എന്ന് എനിക്ക് മീൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ദാറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ബിക്കോസ് അലിഗേഷൻസ് വെറുതെ ഓരോന്ന് പടച്ച് വിട്ടിട്ട് കാര്യമില്ല. യു ഹാവ് ടു എന്താ പറയുക, യു ഹാവ് ടു പ്രൂവ് ദാറ്റ് സയൻറ്റിഫിക്കലി ഇൻ വൺ വേ ഓർ ദ അതർ വേ. അതർവൈസ് യു വിൽ ബി ഇൻ എ വെരി എന്താ പറയുക ബാഡ് ലീഗൽ ഫൈറ്റ് ആക്ച്വലി. ആൻഡ് വി വിൽ ടേക്ക് ഇറ്റ് ഇൻ ടു എനി എക്സ്റ്റെൻറ്റ്. ഏത് എക്സ്റ്റെൻറ്റ് വരെ കൊണ്ടുപോകാൻ ഞാൻ റെഡിയാണ്. ഇത് പ്രൂവ് ചെയ്യാം. ഐ ആം റെഡി ടു ഗോ ടു എനി എക്സ്റ്റെൻറ്റ്. ബിക്കോസ് ഇതെൻ്റെ സ്ഥാപനം. ഞാൻ അത്ര കഷ്ടപ്പെട്ട് അത്രയും പൈസ ഇന്നേ വരെ നിങ്ങളിവിടെ വന്ന ആളുകളോട് ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കി, ഞാൻ പൈസേൻ്റെ കേസിൽ എപ്പോഴെങ്കിലും ആരോടെങ്കിലും നിർബന്ധം പറഞ്ഞിട്ടുണ്ടോ? ഉള്ളത് അടച്ചിട്ട് വരെ ചെയ്തു പോയ ആളുകളുണ്ട്, 10 പൈസ അടയ്ക്കാതെ ചെയ്തു പോയ ആളുകളുണ്ട്. ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഞാൻ അത്ര കഷ്ടപ്പെട്ട് രാത്രിയും രാവിലെയും പകലും എൻ്റെ ഫാമിലി ലൈഫും എൻ്റെ പേഴ്സണൽ ലൈഫും എല്ലാം ഞാൻ ഒരു മാറ്റി നിർത്തിയിട്ട് ഞാൻ ഈ സ്ഥാപനത്തിന് വേണ്ടി അത്രയും വെള്ളവും ഇതും നിറച്ചിട്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. അത് തകർക്കാൻ വേണ്ടിയിട്ട്, അതും എന്താ പറയുക, അലിഗേഷൻസ് എന്നൊക്കെ പറയുന്നത്, ഞാൻ കോളേജിൽ പഠിച്ചപ്പോൾ ഞാൻ റാഗിങ് എന്ന് പറയുമ്പോൾ ആണുങ്ങളാകുമ്പോൾ റാഗിങ്ങും, കോളേജിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ റാഗിങ്ങും ഒക്കെ നമ്മൾ ജൂനിയേഴ്സിന് ചെയ്യും. കോളേജിൽ പഠിച്ചവർക്കുള്ള ഒരു അറിയുണ്ടാവും.
കോളേജ് പഠിക്കാത്ത ആളുകൾക്ക് അത് മനസ്സിലാവുണ്ടാവില്ല. ആ റാഗിങ്ങിന്റെ കേസൊക്കെ എടുത്ത് പൊക്കി പറഞ്ഞ് അത് എൻ്റെ സ്ഥാപനത്തിന്റെ കേസ് പോലെ കണക്കി, അതായത് എനിക്ക് പണ്ട് 23-ാമത്തെ വയസ്സിലുണ്ടായിരുന്ന കേസ് ഇപ്പൊ പൊക്കി പറഞ്ഞ് അത് എന്ത് ചെറ്റത്തരാണ് നിങ്ങൾ ചെയ്യണത്. അതുകൊണ്ട് ഞാനിത് വിടുന്നു വിചാരിക്കണ്ട. ഐ വിൽ നോട്ട് ലീവ് യു. ഓക്കെ. ആൻഡ് അപ്പോൾ എനിക്ക് അത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരു എന്താ പറയാ, ഒരു പെട്ടിക്കട പോലും സ്വന്തമായിട്ട് തുടങ്ങിയിട്ടില്ലാത്തവന്മാർക്ക് അതിന്റെ ഗതികേട് അറിയില്ല. അറ്റ്ലീസ്റ്റ് ഒരു പെട്ടിക്കടയെങ്കിലും നിങ്ങളൊക്കെ ഈ പറയുന്നവൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവന് മനസ്സിലാവും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന്. നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നിലയിൽ എത്തിച്ച്. എനിക്ക് എന്ത് ലാഭമാണ്? നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് ഞാൻ പറയട്ടെ, എനിക്കൊരു SCT ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ ലാഭമുണ്ട് നിങ്ങളുടെ വിചാരം? 2000 രൂപയേ ഉള്ളൂ. മനസ്സിലായോ? ആ ഒരു ആഡ് ചെയ്യുന്ന സാധനമില്ലേ, ഒരു ആഡ് ചെയ്യുന്ന അതിന് എത്ര പൈസ വരുന്നുണ്ടെന്ന് അറിയോ? 15,000 രൂപയാണ് അതിന് വില വരുന്നത്. മനസ്സിലായോ? സ്റ്റെം സെൽ ആക്ടിവേറ്റർ കിറ്റിന് തന്നെ. നേരെ മറിച്ച് ഇവരൊക്കെ ചെയ്യുന്ന GFCയും BRPയും അതിനൊക്കെ എത്ര പൈസ മൊത്തം മുക്കാലും, അതായത് ഇപ്പോൾ ഒരു 5,000 രൂപ വാങ്ങണമെങ്കിൽ 5,000 രൂപ അവർക്ക് ലാഭമാണ്. ഞാൻ അത്ര ലാഭം ഒന്നും എടുത്തിട്ടില്ല. എന്നോട് ഇപ്പം അടുത്ത് തന്നെ എന്നോട് ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള കുറേ ഒരു ഡോക്ടർ, എസ്പെഷ്യലി ഞാൻ പേര് പറഞ്ഞാൽ ഡോക്ടർ നിങ്ങൾ പൈസ കൂട്ടേണ്ട സമയം കഴിഞ്ഞു. കാരണം ദിസ് ഈസ് എഫക്റ്റീവ് ആക്ച്വലി. ദെൻ യു ഹാവ് ടു ഇൻക്രീസ് യുവർ പ്രൈസ്, അതർവൈസ് പീപ്പിൾ വിൽ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് സബ്സ്റ്റാൻഡേർഡ്. പക്ഷെ എനിക്കറിയാം അത് കൂട്ടേണ്ട സമയമായി. പക്ഷെ എല്ലാവർക്കും കിട്ടട്ടെ. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഈ കഷണ്ടി ആയി ആളുകളെക്കാൾ കഷണ്ടി ആവാതെ മീൻസ് ചെറുപ്പക്കാർക്ക് കൊണ്ടുനടക്കാൻ പറ്റുകയാണെങ്കിൽ ആകെപ്പാടെ നിങ്ങൾ ഇത് ട്രീറ്റ്മെന്റ് 17,000 ചെയ്ത് കഴിഞ്ഞാൽ റിപ്പീറ്റും എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് മുടി വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ടും കിട്ടുന്നുണ്ട്. അതും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൊല്ലത്തിൽ ബൂസ്റ്റർ വെറും 1000 രൂപയ്ക്ക് കഴിയും. ഇങ്ങനെയൊക്കെ തരുന്ന ഏതെങ്കിലും സ്ഥാപനം ഉണ്ടോ? ആ ഒരു സ്ഥാപനത്തിനെ പറ്റി അത് ഞങ്ങൾക്ക് റിസൾട്ട് ഇഷ്ടം പോലെ റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ട് ആ റിസൾട്ടൊക്കെ മിനോക്സിലുകാരാണ് പറയുക. പക്ഷെയോ ഒരു 3 മാസം 2 മാസം കൊണ്ട് ഈ പറയണവന്മാരൊന്നും മിനോക്സിൽ കൊണ്ട് ഒരു റിസൾട്ട് കാണിച്ചു തന്നിട്ടില്ല. അവരെ ഹോസ്പിറ്റലൊന്നും അതൊന്നും കാണിച്ചു തരാൻ പറ്റുന്നുമില്ല. പിന്നെ എന്ത് അലിഗേഷൻസ് ആണ് ഈ ഇവരൊക്കെ പറയുന്നത്? എനിക്ക് മനസ്സിലാവാനായിട്ട് ചോദിക്കുക. ഒരാളെ ബുദ്ധിമുട്ടും അതിൻ്റെ ഒരു ഇതും ഒന്നും മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കുടിലെങ്കിലും കെട്ടണം. അതല്ലാത്തടത്തോളം വെറുതെ ആരാൻ്റെ ബിസിനസിന്റെ എന്താ പറയുക ലാഭം പോക്കറ്റിലാക്കാൻ നോക്കുമ്പോൾ അത് മനസ്സിലാവില്ല നിങ്ങൾക്കൊന്നും. അത് ഏത് ആളായാലും. ഓക്കെ, എന്തായാലും ഞാനൊരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. അത് കൈപ്പറ്റി എന്ന് കരുതുന്നു. എന്തായാലും നമുക്ക് അത് ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, ഇയാളോടെ ഞാൻ പറയണം.